കട്ടപ്പന നഗരത്തിലെ പൊതു ഇടങ്ങളിൽ പൊതുജനങ്ങൾക്കും വാഹനയാത്രക്കാർക്കും തടസ്സമായി നിൽക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ, കൊടിതോരണങ്ങൾ, കമാനങ്ങൾ എന്നിവ നീക്കം ചെയ്തു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് നഗരസഭയുടെ നടപടി. നഗരത്തിൽ നിന്നും 38 ഫ്ലക്സ് ബോർഡുകളും 72 കൊടികളുമാണ് നീക്കം ചെയ്തത്. ഹൈക്കോടതി ഉത്തരവിന്റെ ഭാഗമായി 4/12/2024 തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശത്തെ തുടർന്നാണ് നഗരത്തിലെ കൊടിതോരണങ്ങൾ, കമാനങ്ങൾ, ഫ്ലക്സ് ബോർഡുകൾ തുടങ്ങിയവ നഗരസഭ അടിയന്തരമായി നീക്കം ചെയ്തത്. റോഡുകൾ, പാലങ്ങൾ, ഫുട്പാത്തുകൾ, കൈവരികൾ, ട്രാഫിക് ഐലൻഡുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ പൊതുജനങ്ങൾക്കും വാഹനയാത്രക്കാർക്കും തടസ്സമായി നിൽക്കുന്ന വസ്തുക്കളാണ് നീക്കം ചെയ്തത്. സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുന്ന നടപടിയുടെ ഭാഗമായാണ് കട്ടപ്പന നഗരത്തിൽ മുൻപും ഇതേ നടപടി സ്വീകരിച്ചുവെങ്കിലും വീണ്ടും നഗരത്തിലെ നിയമലംഘനങ്ങൾ തുടർന്നിരുന്നു. ഹൈക്കോടതിയുടെ അടുത്ത സിറ്റിംഗിന് മുമ്പായി ഉത്തരവ് സംബന്ധിച്ച് നടത്തിയിട്ടുള്ള നടപടിയുടെ തീരുമാനം തദ്ദേശ സ്ഥാപനങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. ഇതോടെയാണ് 3 ദിവസത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ നീക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നത്. നഗരത്തിലെ ആദ്യ ദിവസത്തെ സ്ക്വാഡ് പരിശോധനയിൽ തന്നെ 38 ഫ്ലക്സ് ബോർഡുകളും 72 കൊടികളും നീക്കം ചെയ്തതായി നഗരസഭാ സെക്രട്ടറി അജി കെ തോമസ് പറഞ്ഞു. പൊതുജനങ്ങൾക്ക് ദോഷകരമായ രീതിയിൽ സ്ഥാപിച്ചിട്ടുള്ള കൊടി തോരണങ്ങൾ, ഫ്ലക്സ് ബോർഡുകൾ, കമാനങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്യണമെന്നുള്ളൊരു അടിയന്തര നിർദ്ദേശം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം നമ്മളിന്ന് കട്ടപ്പന മുനിസിപ്പൽ അതിർത്തിക്കുള്ളിലുള്ള അനധികൃതമായിട്ട് സ്ഥാപിച്ചിട്ടുള്ള എല്ലാ ബോർഡുകളും തന്നെ നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് തുടർന്നുള്ള ദിവസങ്ങളിലും അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുന്നതാണ്. കോടതിയുടെ ഈ ഉത്തരവ് നടപ്പിലാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചാൽ വിധിയുടെ ലംഘനമായി വിഷയം പരിഗണിക്കും. രഹസ്യ സ്ക്വാഡിന്റെ പരിശോധനയുമുണ്ട്. വീഴ്ച സംഭവിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സെക്രട്ടറിമാർ ഉത്തരവാദികളാവും. ഈ ഉദ്യോഗസ്ഥർ പിഴയടയ്ക്കാൻ ബാധ്യസ്ഥരാകുകയും ചെയ്യും. നഗരസഭയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ പരിശോധനയും നടപടിയും തുടരും. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.